നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളായിരുന്നല്ലോ. അപ്പോൾ പിറന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്നലെ ഞങ്ങളെല്ലാവരും ഭൂരിഭാഗവും സമയവും ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ടാണ് ആഘോഷിച്ചത്. നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സന്തോഷം നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കണമല്ലോ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്നലെ ഉണ്ടായ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇന്നലെ ആദ്യം തന്നെ നിർമ്മാല്യം ഞങ്ങൾക്ക് തൊഴാനായിട്ട് സാധിച്ചു. എൻ്റെ കൂടെ വിഷ്ണു ഉണ്ടായിരുന്നു, ലാലാമ്മ ഉണ്ടായിരുന്നു, ആതിര ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ തൊഴുതത്. അപ്പോൾ ഇന്നലെ പിറന്നാളായിട്ട് ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് 10,000-ങ്ങളാണ് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ 3 മണിക്ക് നട തുറന്ന സമയത്ത് ആദ്യം ഭഗവാനെ കാണാൻ സാധിക്കുന്ന ആ ഒരു 10-15 പേരുടെ കൂട്ടത്തിൽ എനിക്കും ഭഗവാനെ ദർശിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നു കേട്ടോ. അങ്ങനെ നിർമ്മാല്യത്തിന് തലേ ദിവസത്തെ അതേ അലങ്കാരം തന്നെയായിരുന്നു. പശുക്കിടാവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഗോപാലകൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്നലെ ലാലാമ്മ ഒരുപാട് ചോക്ലേറ്റ്സും കൂടെ ഭഗവാന് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് വേറെ ആരും ചോക്ലേറ്റ്സ് ഒന്നും സമർപ്പിച്ചിട്ടില്ലേ. അപ്പോൾ ആദ്യം ലാലാമ്മയ്ക്ക് മധുരം കൊടുക്കാനായിട്ട് സാധിച്ചു പിറന്നാൾ ദിനത്തിൽ നമ്മുടെ ഉണ്ണിക്ക്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെയും കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിറന്നാളായതുകൊണ്ട് ഗംഭീരമായിട്ടാണ് ഇന്നലെ എല്ലാ ഗുരുവായൂരപ്പ ഭക്തരും ഗുരുവായൂരിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ശുക്രനെ കൃഷ്ണവേഷം കൂടെ കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ വേഷമൊക്കെ കെട്ടിയിട്ട് ഏകദേശം ഉച്ച സമയത്ത് ഭഗവാന്റെ പ്രസാദമൂട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ടോക്കണൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാഫിൻ്റെ നല്ല നീണ്ട ക്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാലേ ശുക്രനെ ഒന്നാമത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിലത്ത് നടന്നപ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആരും ഇന്നലെ രാവിലെ മുതൽ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണു ആണെങ്കിലും ലാലാമ്മയാണെങ്കിലും ആതിരയൊക്കെ കുഴഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടോ ക്ഷീണമായിട്ട്. അപ്പം പിന്നെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചധികം നേരം നിൽക്കണമല്ലോ. എന്നാൽ പിന്നെ തണലത്തേക്ക് ഒന്ന് കയറി നിൽക്കാമെന്ന് വിചാരിച്ച് ആ കൂവളത്തിൻ്റെ അവിടെയാണ് VIP-യുടെ എൻട്രി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു തണലത്തേക്ക് ഇങ്ങനെ ആ പന്തലിൻ്റെ ഇടയിലേക്ക് കയറി നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അകത്ത് നിന്ന് ഒരാളിങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിൽക്കണോ, വേഗം ഒന്ന് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലങ്ങോട്ട് കയറ്റി കേട്ടോ. ഞങ്ങൾ കയറി ചെന്ന് ഇരുന്നിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ലാലാമ്മോട്, ലാലാമ്മ അത് ആരാ, അറിയുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോഴും ലാലാമ്മ ഇങ്ങോട്ട് ചോദിക്കുന്നത്. കാരണം ലാലാമ്മ വിചാരിച്ചത് വിഷ്ണുവിനെ അറിയാവുന്ന ആളായിരിക്കുന്നു, വിഷ്ണു വിചാരിച്ചത് ലാലാമ്മയ്ക്ക് അറിയാവുന്ന ആളായിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അദ്ദേഹത്തെ. അങ്ങനെ ഞങ്ങളെ ഒരു പരിചയത്തിൽ പോലും ഇല്ലാത്ത ഗുരുവായൂരപ്പനാണെന്ന് കേട്ടോ ഞങ്ങൾ പിന്നീട് അത് പറഞ്ഞത്. അങ്ങനെ ഗുരുവായൂരപ്പൻ ഞങ്ങളെ അകത്തേക്ക് കയറ്റി പ്രസാദകൂട്ട് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു അനുഭവം കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രസാദകൂട്ട് കഴിക്കുന്ന വീഡിയോസും എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ്. നന്നായി വയറ് നിറച്ച് കഴിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. പിന്നെ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. കുറച്ചൊന്നുമല്ല, കുറേ പേരെ കണ്ടു പല നേരങ്ങളിലായിട്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു, അവരുടെ സ്നേഹം പങ്കുവെച്ചു, ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയിട്ട് ഒരുമിച്ച് നിന്നിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ പൊതുവേ കുറച്ച് പിറകോട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ വന്നു. പക്ഷെ അവരുടെ സ്നേഹം കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ, ഒരുപാട് ഗുരുവായൂരപ്പ ഭക്തരനെ കാണാനും സാധിച്ചു. പിന്നെ ഇന്നലെ വൈകിട്ട് ലഡു വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. ഭഗവാന്റെ പിറന്നാളായിട്ട് ഭക്തർക്ക് ലഡു ഞങ്ങൾ എല്ലാവരും കൂടെ വിതരണം ചെയ്തു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. മമ്മിയൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഘോഷയാത്ര ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലത്തെ എല്ലാ വിശേഷങ്ങളുടെ വീഡിയോസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നെന്മിനിയിൽ നിന്ന് ബലരാമേട്ടനും കണ്ണനെ കാണാനായിട്ട് വരുന്ന, അങ്ങനെ അതും നല്ല ഭംഗിയുള്ള ആനപ്പുറത്ത് ഏറിയിട്ടുള്ള എഴുന്നള്ളിപ്പായിരുന്നു, അതും കണ്ടു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. വൈകിട്ട് ഉച്ചപൂജയുടെ അലങ്കാരത്തോടു കൂടെ പിന്നെയും ഭഗവാനെ കാണാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. പിന്നെയുള്ള വിശേഷം എന്ന് പറയുന്നത് ഒരു കഥ കൂടെ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഥ ഞാൻ 2 ദിവസം മുൻപ് പറയണമെന്ന് വിചാരിച്ച ഒരു കഥയാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞേ ഇതിപ്പോൾ പറയണ്ട, കാരണം എല്ലാവർക്കും, കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്ക് എന്നല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കഥയായതുകൊണ്ട് ഇത് പറയണ്ട, വേറെ കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ
അലങ്കാരം കണ്ട് തൊഴുതപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയുന്ന പോലെ തോന്നിയത്, ഈ കഥ തീർച്ചയായിട്ടും പറയണം എന്ന്. അങ്ങനത്തെ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം ഭഗവാന്റെ ജനനം കഴിഞ്ഞിട്ട് വസുദേവര് ഭഗവാനെ ഇങ്ങനെ ശിരസിലേറ്റിയിട്ട് കാളിന്തിയിലൂടെ കാളിന്തി ഇങ്ങനെ മുറിച്ച് കടന്നിട്ട്, അതായത് കാളിന്തി വഴി മാറി കൊടുത്തു കേട്ടോ, അങ്ങനെ വരുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിച്ചു, ഈ കഥ പറയാതെ പോകാതിരിക്കാനായിട്ട് സാധിക്കില്ല, തീർച്ചയായിട്ടും ആ കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരമായിരുന്നു. എല്ലാവരും കളഭത്തിലായിരുന്നു കേട്ടോ എല്ലാവർക്കും അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം പറയാം, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ പിറന്നാളായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം എന്ന് പറയുന്നത് വസുദേവരെ നമ്മുടെ ഭഗവാനെ ശിരസിൽ ഇങ്ങനെ ഒരു കൊട്ടയിൽ ഇങ്ങനെ കിടത്തിയിട്ടേ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ. അനന്തൻ ഇങ്ങനെ ഒരു കുട പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. വസുദേവരനെ ഒരു കസവിൻ്റെ ഒരു പട്ടുടയാടെയൊക്കെയാണ് വസുദേവർ അണിഞ്ഞിരിക്കുന്നത്. 2 കൈ കൊണ്ടും ഒരു കുട്ടയിലാണ് ഭഗവാനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ആ കുട്ടയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് ഈ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇത് അലങ്കരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഭക്തരെ എല്ലാം കാണാനായിട്ട് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു രീതിയിലായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ, വളരെ ചെറിയൊരു ഉണ്ണികൃഷ്ണൻ, ആ 2 കുഞ്ഞു കൈകൾ കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ ആ കുഞ്ഞു മുഖമൊക്കെ നമുക്ക് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം കാണാൻ സാധിക്കും കേട്ടോ. പീലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ നെറ്റിയിലുണ്ട് ഒരു ഗോപി തിലകം. കാതുകളിൽ കാതുപൂക്കളൊക്കെ വെച്ചിട്ട് അതിന് മുകളിലും 2 വശത്തും ഓരോ ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. നന്നായി പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. ആ കുഞ്ഞു കുട്ടയ്ക്കുള്ളിലെ 2 മാലകളൊക്കെ അണിഞ്ഞിട്ട് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണി നമ്മളെയൊക്കെ കാണാനായിട്ട്, പിറന്നാൾ ദിനത്തിൽ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ആ കുട്ടിയിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ പിറന്നാൾ ദിനത്തിൽ ഇങ്ങനെ ഒരു അലങ്കാരം കാണാൻ സാധിക്കുക എന്ന് പറയുന്നതും അതൊരു വലിയ അനുഗ്രഹമാണല്ലേ. അപ്പോൾ ആ ഒരു അനുഗ്രഹം ലഭിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഒരു രൂപം, വസുദേവർ നമ്മുടെ ഭഗവാനെ ശിരസിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഭഗവാൻ ഇന്നലെ 2 തിരുമുടി മാല ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം വെളുത്ത പൂക്കളായിരുന്നു, ഒരെണ്ണം വെള്ളയും തെച്ചിയും കൂടെ കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു, അതിൽ 3 നിറങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതായത് നന്ദ്യാർവട്ട പൂക്കളുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. ഇതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ട് വസുദേവരുടെ തലയിൽ ആ കുട്ടയിൽ ഇങ്ങനെ നമ്മളെയൊക്കെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചിട്ട് ഞങ്ങൾ നേരെ ഗണപതിയെ കാണാനായിട്ടാണ് പോയത്. ഗണപതിക്ക് ഇന്നലെ കളഭം കൊണ്ടായിരുന്നു എല്ലാ ഉപദേവകർക്കും കളഭം കൊണ്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഗണപതിക്ക് ഒരു കറുപ്പുടയാടെയാണ് ഒരു മഞ്ഞ പട്ടി ഇങ്ങനെ അതിൻ്റെ അരികിലായിട്ട് വെച്ചിട്ടുണ്ട്. തുമ്പിയിലൊരു ഗോപി തിലകമുണ്ട് അറ്റത്തായിട്ട് കേട്ടോ. തുമ്പിയിൽ ഇങ്ങനെ ലഡു പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ തുമ്പിക്കൈയിൽ, അതിന് തൊട്ടടുത്ത് വേറെയും 2 ഗോപി തിലകങ്ങൾ. അതൊരു അലങ്കാരത്തിനായിട്ട് സൈഡിലേക്ക് ചാർത്തിയിരിക്കുകയാണ്. 3 രീതിയിലാണ് ഇന്നലെ നെറ്റിയിൽ പൊട്ടിട്ടിരിക്കുന്നത്. ആ തുമ്പി ഇങ്ങനെ തുടങ്ങുന്ന ആ ഭാഗത്ത് കേട്ടോ 3 വരകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, വെളുത്ത വരകൾ, ഭസ്മക്കുറി തൊടില്ലേ അതേപോലെ. പിന്നെ ഒരു ഗോപി തിലകമുണ്ട്, പിന്നെ ഒരു പൊട്ടും വെച്ചിട്ടുണ്ട്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുത്തിൽ. പിന്നെ ഗണപതിയുടെ ആ വലിയ കിരീടം അത് ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലും 2 മാലകൾ കൊണ്ട് ഇങ്ങനെ ഡിസൈൻ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവാന്റെ പിറന്നാൾ ദിനത്തിലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു മുഖം, ആ ഒരു രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. അങ്ങനെ ഇന്ന് നമ്മൾ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഭഗവതി അമ്മയ്ക്ക് ചുവന്ന പട്ടുടയാടെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴുത്തിൽ ഒരു വി ഷേപ്പിൽ ചന്ദനം കൊണ്ട് ചന്ദനം അല്ലാത്ത കളഭം തന്നെയായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ ഇങ്ങനെ ചെറിയ സ്വർണ്ണ പൂക്കളും പൊട്ടുകളും ഇങ്ങനെ വെച്ചിട്ട് ഒരു മാല പോലെ അണിഞ്ഞിട്ടുണ്ട് ഭഗവതി അമ്മ. പിന്നെ കാതുകളിൽ പൂക്കളാണ്, നെറ്റിയിൽ ഒരു ഗോപി തിലകമുണ്ട്, അതിന് മുകളിലും കിരീടത്തിന്റെ ഭാഗത്ത് ഒരു ഗോപി തിലകമുണ്ട് കേട്ടോ. അങ്ങനെയാണ് നല്ല സുന്ദരിയായിട്ട് ഭഗവതി അമ്മ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കണ്ണന്റെ പിറന്നാളായിട്ടും ഭഗവതി അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അയ്യപ്പൻ ഇന്നലെ കറുപ്പ് നിറത്തിലായിരുന്നു ഉടയാടി ഉണ്ടായിരുന്നത്. കളഭം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിലൊരു മുല്ലമുട്ടുമാലയുണ്ട്, പിന്നെ 2 സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി പുഞ്ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയ്യപ്പൻ ഇരിക്കുന്നത്. കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ ആ വലിയ കിരീടം കൂടെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുൻപിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കഥ പറയാം കേട്ടോ. ഒരിക്കൽ ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം ബോധിപ്പിക്കുക. കാരണം ഭൂമിയിൽ ദുഷ്ടന്മാരുടെ ഭാരം താങ്ങാനായിട്ട് സാധിക്കണില്ല എന്ന്. മനുഷ്യരുടെ ജനസംഖ്യ കൂടിയിട്ടുള്ള ഭാരമല്ല കേട്ടോ, ദുഷ്ടന്മാരുടെ ഭാരമാണ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, ഞാൻ അതിനുള്ള പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഗോലോകേശ്വരത്തേക്ക് വിളിക്കണം, ഫോൺ ചെയ്യുന്നതെന്ന് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ മുഖം, കണ്ണ്, മൂക്ക്, ചുണ്ട് ഇതൊക്കെ എല്ലാം എങ്ങനെയാണെന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ അവിടെ ബ്രഹ്മാവിൻ്റെ മനസ്സിലുള്ളത് ഭഗവാനും കേൾക്കാം, ഭഗവാന്റെ മനസ്സിലുള്ളത് ഇങ്ങോട്ടേക്കും കേൾക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് അവിടെ ഗോപികമാരിൽ ഒരാളാണ് ഫോൺ എടുത്തത് കേട്ടോ. അവിടെ ഗോപികമാരാണ്, പുരുഷനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ മഹാവിഷ്ണു, ബാക്കിയെല്ലാം സ്ത്രീകളാണ്. അങ്ങനെ ഞാൻ ബ്രഹ്മാവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗോപിക ചോദിച്ചു, ഏത് ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവാന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ഞെട്ടി, ബ്രഹ്മാണ്ടങ്ങൾ ഇനിയുണ്ടോ? അപ്പോൾ ഏത് നമ്പറാണ്, എന്താ അഡ്രസ്സ് എന്നൊക്കെയാണ് ചോദിക്കണതേ. അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു കൊടുത്തു. വാമനനായിട്ട് അവതരിച്ച സമയത്ത് കാൽ തട്ടിയിട്ട് ഒരു ബ്രഹ്മലോകം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പൊളിഞ്ഞ് പാളീസായിട്ടുള്ള ബ്രഹ്മലോകത്തെ ബ്രഹ്മാവാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ ഭൂമിയിലെ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭൂമിദേവിയുടെ ഈ വിഷമം മാറ്റിക്കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിന് സന്തോഷമായി. കാരണം മഹാവിഷ്ണു അവതരിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ ഒരു സമയത്ത് അവതാരമൊക്കെ ഇങ്ങനെ അടുത്ത ആ ഒരു സമയത്ത് ദേവകിയുടെയും വസുദേവരുടെയും വിവാഹമാണ്. മധുരയിലെ കംസന്റെ അനുജത്തിയാണല്ലോ, നേരെ അനുജത്തിയല്ല, അതായത് കംസന്റെ പിതാവിൻ്റെ അനുജന്റെ മകളാണ്. ശരിക്കും ഒരു അനിയത്തിക്കുട്ടിയുടെ പോലെ തന്നെയാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ് കംസനാണെങ്കിൽ ദുഷ്ടനാ, എല്ലാവർക്കും എന്താ പറയുക, ദുഷ്ടനാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഈ അനിയത്തിക്കുട്ടീനെ നല്ല ഇഷ്ടം. അങ്ങനെ ദേവകിയുടെ വിവാഹമാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഈ വരഗ്രഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തേര് ഓടിച്ചു കൊണ്ടുവരുന്നത് കംസനാണ്. കാരണം ധാരാളം ചീത്തപ്പേരുണ്ട്. അപ്പോൾ അനിയത്തിയുടെ തേര് തെളിച്ച് വരുന്ന ആ ഒരു ഏട്ടൻ, ജ്യേഷ്ഠൻ എന്നുള്ള ആ പേര് കിട്ടുകയാണെങ്കിൽ കുറച്ച് ചീത്തപ്പേര് കൊണ്ട് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തേര് തെളിച്ച് കൊണ്ടുവരുന്നത്. ആ സമയത്താണ് ആ ശരീരി കേൾക്കുന്നത്. അതായത് ദേവകിക്ക് ഉണ്ടാകുന്ന 8ാമത്തെ പുത്രൻ അഷ്ടമൻ നിന്നെ വധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കംസൻ ഞെട്ടിട്ടോ. അപ്പോൾ ഈ അഷ്ടമൻ എന്നുള്ള വാക്കിന് 8ാമത്തെ പുത്രനും ഭഗവാനും അർത്ഥമുണ്ട്. അപ്പോൾ ഭഗവാനാണ് വധിക്കാൻ വരിക എന്ന് കംസൻ ആ നേരം മനസ്സിലായില്ല. ദേവകിയുടെ പുത്രൻ വധിക്കും എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്. അങ്ങനെ വേഗം ഇത്രയും സ്നേഹമുള്ള ആ അനിയത്തിയുടെ മുടി ഇങ്ങോട്ട് പിടിച്ചാണ്ട് വലിച്ചു വധിക്കാനായിട്ട്. അങ്ങനെ വസുദേവര് തടഞ്ഞു. കാരണം വസുദേവരുടെ പത്നിയാണ്, വധിക്കാനായിട്ട് സാധിക്കില്ല. ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിൻ്റെ ഒരു കർത്തവ്യമാണ്. അങ്ങനെ പറഞ്ഞു, ദേവകിനെ വധിക്കാനും സാധിക്കില്ല. ദേവകി അല്ലല്ലോ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികളല്ലേ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇതുവരെ ഗർഭിണി ആയിട്ടില്ല, ഇനി ഗർഭിണി ആകുമോന്ന് പോലും അറിയില്ല, അതുകൊണ്ട് ദേവകിയെ വധിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും കേട്ടിട്ട് കംസൻ അടങ്ങുന്നൊന്നുമില്ല. അങ്ങനെ വസുദേവര് വേഗം ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക, മഹാവിഷ്ണുവിനെ. കാരണം വസുദേവരും ദേവകിയൊക്കെ ഭഗവാൻ അപ്പോഴും ഉണ്ട്. അവർ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണല്ലോ, സുതപസ്സിന്റെ കാലത്തുള്ള വിഗ്രഹമാണ്. അതാണ് ആദ്യം ബ്രഹ്മാവിനെ കിട്ടിയത്, പിന്നെ സുതപസ്സിനെ, പിന്നെ അദിതി കശ്യപിനെ, പിന്നെ വസുദേവർക്കും ദേവകിക്കും കൂടിയിട്ടാണ്. ഇത് തന്നെയാണ് മധുരയിലെ ഭഗവാനും വെച്ച് ആരാധിക്കുന്ന ഒരു ശ്രീകൃഷ്ണനും വെച്ച് ആരാധിക്കുന്ന ഒരു വിഗ്രഹം. അങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച ഒരു സമയത്ത് ഭഗവാൻ തോന്നിപ്പിക്കുകയാണ് ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട്. ഭഗവാന്റെ ആ ഒരു പ്രഭാവം കൊണ്ടാണ് വസുദേവര് പറയാണ്, ഞങ്ങളുടെ മക്കളല്ലേ വധിക്കുക, ദേവകി വധിക്കില്ലല്ലോ, അതുകൊണ്ട് ഉണ്ടാകുന്ന കുട്ടികളെ തന്നെ കംസന് കൊണ്ടുവന്ന് തരാം എന്ന് ഭഗവാൻ തന്നെ അങ്ങോട്ട് പറയിപ്പിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ കംസനും തോന്നി, അത് ശരിയാണല്ലോ എന്ന്, ഭഗവാന്റെ ആ പ്രഭാവം കൊണ്ടാണെന്ന് അങ്ങനെ തോന്നിപ്പിച്ചത്, ഈ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ആ സമയത്ത് ദേവകിനൊന്നും ചെയ്തില്ല. കംസൻ വേഗം ആ ഒരു തേരിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ബാക്കി എല്ലാവരും തേര് തെളിച്ചിട്ടാണ് ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഒരുപാട് ദാസിമാർ, 300ഓളം ദാസിമാർ പലതരം വേഷമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ നല്ല ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ആ ഗ്രഹ പ്രവേശം നടന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ദേവകി ഗർഭിണിയായി. അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ വസുദേവര് കൊണ്ടുവന്നിട്ട് കംസന് മുന്നിൽ കിടത്തി. കീർത്തിമാൻ എന്നാണ് ആദ്യത്തെ കുട്ടിയുടെ പേര്. അപ്പോൾ അത് കണ്ടപ്പോൾ കംസന് വലിയ സന്തോഷമായി. കാരണം വസുദേവർ വാക്ക് പാലിക്കുന്നവരാണ് ഈ വസുദേവർ. അങ്ങനെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ കംസന് തോന്നി, ഈ കുഞ്ഞിനെ തന്നെ നോക്കിയിട്ട് അമ്മാമ എന്ന് വിളിക്കുന്നുണ്ട്, ഇതെന്നെ വധിക്കൊന്നുമില്ല, ഇതിനെടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. വസുദേവർക്ക് ആകെ ഒരു സംശയം, ഇപ്പം ഇത് ദുഷ്ടനാണ്, ഏത് സമയത്താ വാക്ക് മാറുകയെന്ന് അറിയില്ലല്ലോ. ദുഷ്ടന്മാരെ കാണുമ്പോൾ എപ്പോഴും ഒരു അകലം പാലിക്കണം എന്നാ പറയുക, ഓടിക്കളയണം എന്നാ പറയുക. കാരണം ഓരോരുത്തരെ കാണുമ്പോഴും അകലം പാലിക്കണം. ഇപ്പൊ ആനയെ കണ്ട ഇത്ര ദൂരത്ത് നിൽക്കാൻ പാടുള്ളൂ, കുതിരയ്ക്ക് ഇത്ര ദൂരം, ദുഷ്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഓടണം എന്നാ പറയുക. ഏത് സമയത്താണ് വാക്ക് മാറുക എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ തിരിച്ചു കൊണ്ട് പോകുക കേട്ടോ ഈ കുഞ്ഞിനെ.
അപ്പോഴാണ് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നത് കേട്ടപ്പോൾ ആ അവതാരം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നാരദർ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓടി നടന്ന് പണിയെടുക്കുക. അപ്പോഴാണ് ഗോലോകേശ്വരത്ത് എത്തിയിട്ട് ഭഗവാന്റെ അടുത്ത് കാണാൻ വന്നിരിക്കുക. അങ്ങനെ ഭഗവാൻ രാധാറാണിയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, രാധേ, എൻ്റെ അവതാരം ഞാൻ കുറച്ചും കൂടി എന്തായാലും വൈകിട്ടേ ഉണ്ടാകുള്ളൂ. കാരണം കംസന് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട്, ആ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാരദർക്ക് ആകെ പേടിയായി. കാരണം അവതാരം വൈകിച്ചു കഴിഞ്ഞാൽ ഭൂമിദേവിക്ക് സങ്കടമാകും. ഭൂമിദേവിയുടെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഭഗവാൻ അവതരിക്കുന്നു പറഞ്ഞേ. അങ്ങനെ ഇതുപോലെ നടന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് വേഗം കംസന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതെല്ലാം മഹാവിഷ്ണു ഇങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്, മഹാവിഷ്ണുവിന്റെ മായയാണ്. ഇതിപ്പോൾ എട്ടാമനാന്ന് ആദ്യം മുതൽ എണ്ണുമ്പോഴല്ലേ എട്ടാമൻ, പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ഇതല്ലേ എട്ട്, അല്ലെങ്കിൽ നടുവിൽ നിന്നെണ്ണാലോ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും എട്ടാവാം. അങ്ങനെ വട്ടത്തിൽ എണ്ണി അതാവും എട്ട് ഇതാവും എട്ട് ആകെ എട്ട് അങ്ങോട്ട് പറഞ്ഞ് ആകെ അങ്ങോട്ട് ഒരു കൺഫ്യൂഷൻ ആക്കുക എന്നൊക്കെ പറയില്ലേ. അത് കേട്ടപ്പോൾ കംസൻ ആകെ പേടിയായി. കംസന് പിന്നെ 8 എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണെന്ന്. കംസന്റെ സ്കൂളിൽ 8 കഴിഞ്ഞാൽ പിന്നെ 7 കഴിഞ്ഞാൽ 9ാം ക്ലാസ് ആണെന്ന്, 8ാം ക്ലാസ് ഇല്ല എന്നൊക്കെയാ പറയാ. അങ്ങനെ 8 എന്ന് കേട്ടപ്പോൾ പേടിയായി. കംസൻ വേഗം ആ കുഞ്ഞിനെ വധിച്ചു. അങ്ങനെ 6 മക്കളുണ്ടായി, 6 പേരെയും വധിച്ചു. അങ്ങനെ നാരദ മഹർഷി പിന്നെയും ഗോലോകേശ്വരത്തെത്തി എന്തായി അവതാരത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാൻ മായേന്ന് അത്രേ വിളിക്കുന്നത്, ഭഗവതിയാണ് കേട്ടോ. മായേന്ന് വിളിച്ചിട്ട് പറയാണ്, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് അവതാരം നടക്കേണ്ട ആ ഒരു സമയമായിരിക്കുന്നു, വേഗം പോയിട്ട്. അപ്പോഴേക്കും ദേവകി 7ാമത് ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ മായയോട് പറയാണ്, വേഗം പോയി ആ 7ാമത്തെ ഗർഭം എടുത്തിട്ട് രോഹിണിയുടെ ഗർഭത്തിൽ വെക്കൂ, എന്നിട്ട് നീ യശോദയുടെ ഗർഭത്തിൽ വെക്കോളൂ, എനിക്ക് അവതരിക്കേണ്ട സമയമായിരിക്കണു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഈ മായയോട് പറയാണ്, നീ എന്നെ കാണാൻ വരുന്നവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ നിനക്ക് നിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുക, നീ പല പേരുകളിലൊക്കെ അറിയപ്പെടുമെന്ന് ഭഗവതിയുടെ അടുത്ത് പറയാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ 7ാമത്തെ ഗർഭം ഉണ്ടായപ്പോഴേ അത് അലസിപ്പോയി. കാരണം മാറ്റിയല്ലോ, രോഹിണിയുടെ ആ ഗർഭത്തിലേക്ക് മാറ്റിയല്ലോ. അലസിപ്പോയപ്പോൾ ഇനി അടുത്തത് 8ാമത്തെയാണ്. അപ്പോൾ കംസന് തന്നെ ഒരു സംശയം, ഇവ 7ാമത് പോയപ്പോൾ അത് 7 കൂട്ടണോ 6 കൂട്ടണോ, ഇനിയിപ്പോൾ അടുത്തത് 8ാമത്തെയാണോ 7ാമത്തെയാണോ എന്നൊക്കെ ഒരു സംശയം. അങ്ങനെ എല്ലാവരും കൂടി ഭൃത്യന്മാരൊക്കെ പറഞ്ഞു, ഇവർ വേഗം തുറുങ്കിലടയ്ക്കാം, അപ്പോൾ പിന്നെ ഗർഭിണിയാകില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് തുറുങ്കിൽ അടച്ചുട്ടോ. അങ്ങനെ ഒരാൾ പറഞ്ഞു, കെട്ടിയിടാന്ന് പറഞ്ഞു. അങ്ങനെ ദേവകിയെയും കെട്ടിയിട്ടു, വസുദേവരെയും കെട്ടിയിട്ടു ഈ കംസന്റെ ആജ്ഞപ്രകാരം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വസുദേവരുടെ മുഖത്ത് നല്ല സന്തോഷം, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദേവികി ചോദിക്കുകയാണ്, ഇത്രയും കുട്ടികളെ വധിച്ചിട്ടും എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിച്ച് പുഞ്ചിരിച്ചിട്ട് അങ്ങനെ ഇരിക്കണതെന്ന് ചോദിച്ചു. അങ്ങനെ വസുദേവർ പറയാണ്, എൻ്റെ മനസ്സിൽ ഞാൻ ഭഗവാന്റെ രൂപം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രൂപം ദേവകിക്ക് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ദേവകിയും പറഞ്ഞു, ശരിയാണ്, എനിക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു. ആ ഒരു നിമിഷത്തിലാണ് അത്രേ ദേവകി ഗർഭം ധരിച്ചത് ഭഗവാനെ. അങ്ങനെയാണ് ഗർഭവതിയായി നാം മനസ്സിൽ ആ ഒരു രൂപത്തെ കൂടി ആ വർണ്ണനയിലൂടെ സ്മരിച്ച സമയത്ത് അങ്ങനെ ഭൃത്യന്മാർ വന്നിട്ട് പറഞ്ഞു കംസന്റെ അടുത്ത്, രാജാവേ, ഒരു സംശയം തോന്നുന്നുണ്ട്, ഗർഭിണിയാണോ എന്ന് പറഞ്ഞു. അങ്ങനെ കംസൻ വേഗം അന്വേഷിക്കാനായിട്ട് വന്നപ്പോൾ ആ ദേവകിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. ആ ഒരു വെളിച്ചത്തിലെ കംസനെ അങ്ങോട്ട് നോക്കാൻ പോലും സാധിച്ചില്ല, കാരണം ഗർഭത്തിലെ ഭഗവാനുണ്ടേ. അങ്ങനെ വേഗം കംസൻ അവിടെ നിന്ന് ഓടിപ്പോയി ഉറപ്പിച്ചു ദേവകി ഗർഭിണിയാണെന്നുള്ളത്. അങ്ങനെ കംസൻ അവൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ദേവകി 8ാമത് ഗർഭിണിയാണെന്ന്. അങ്ങനെ പ്രസവത്തിന്റെ സമയത്ത് ഭഗവാൻ ജനിക്കുന്ന ആ ഒരു സമയത്തിന് മുൻപായിട്ട് ഭഗവതി ജനിച്ചിരുന്നു. അപ്പോൾ ഭഗവതി നിദ്രാരൂപേണ സംസ്ഥിത, അതായത് എല്ലാവരെയും സകലരെയും മയക്കിയിട്ടാണ് ഭഗവതി അമ്മ ജനിച്ചിരിക്കുന്നത്. ആ ഒരു പ്രഭാവത്തിൽ എല്ലാവരും ഉറങ്ങി. എവിടെ നന്ദഗോപരുടെ ആ വൃന്ദാവനത്തിലുള്ളവരും മധുരയിലുള്ളവരും എല്ലാവരും ഉറങ്ങി. ആ സമയത്താണ് ദേവകിക്കും വസുദേവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് അവതരിക്കുന്നത് കേട്ടോ. ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ആ വർണ്ണന ഞാൻ പലതവണ മുൻപും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ഇനിയും പറയുന്നില്ല കേട്ടോ, ഒരു വലിയൊരു കഥയാണ്, ചുരുക്കിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ നന്ദഗോപരുടെയും ദേവകി അമ്മയുടെ അടുത്ത് പറയാണ്, കംസനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വേഗം എന്നെ കൊണ്ടുപോയിട്ട് യശോദ തൽപ്പത്തിൽ കിടത്തിക്കോളൂ എന്ന് പറയാ. അങ്ങനെ ഇവരെല്ലാവരും ഉറങ്ങിയിരിക്കില്ലേ, ഈ കയ്യിലുള്ള കെട്ടൊക്കെ താനേ അഴിഞ്ഞു പോയിരിക്കുന്നു. ഭഗവതിയുടെ ആ ഒരു പ്രഭാവത്തിലാണത് കേട്ടോ, ജനനത്തിന്റെ ആ ഒരു പ്രഭാവത്തിൽ. അങ്ങനെ തൻ്റെ കയ്യിലുള്ള ഉത്തരീയം 4ആക്കി മടക്കിയിട്ടാണെന്ന് അതിൽ ഭഗവാനെ കിടത്തുന്നത്, കൊട്ടയിലല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അവരിങ്ങനെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ഭഗവാനെയും വസുദേവരിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്
കാളിന്തി ഇങ്ങനെ മുറിച്ച് കടന്നിട്ട് കാളിന്തി വഴി മാറിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വസുദേവ നല്ല ഒരു മഴയൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ഇടിയൊക്കെ വെട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ വസുദേവർക്ക് തോന്നുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടെന്ന്, പക്ഷെ അത് കുറച്ച് ദൂരെയാണെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും വേറൊരാൾ അവിടെ ജനിച്ചിട്ടുണ്ടായിരുന്നു. ആര്? ബലരാമേട്ടൻ, സംഘർഷണൻ. അങ്ങനെ ഈ അനന്തൻ വസുദേവർക്കും ഭഗവാന്റെ മുകളിൽ ഒരു കുട പോലെ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ഈ അനന്തന്റെ പ്രത്യേകത, അതുകൊണ്ടാണ് ആ മഴ ദൂരെയായിട്ട് തോന്നുന്നതേ, മഴ ഒരു തരി പോലും നനയുന്നില്ല. അങ്ങനെ ഈ അനന്തന്റെ ആ ഭണത്തിന്റെ മുകളിലായിട്ട് ധാരാളം രത്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇതിങ്ങനെ ഇരുട്ടത്ത് തിളങ്ങുമല്ലോ. അപ്പൊ ആ ഒരു വെളിച്ചത്തിലാണ് നന്ദഗോപർ ഇങ്ങനെ കാളിന്തി വഴിമാറി കൊടുത്തിരിക്കുക, കണങ്കാല് വരെയേ വെള്ളമുള്ളൂ, അങ്ങനെ നടന്നു പോകുന്നത്. അപ്പൊ ഈ തിളക്കം ഭഗവാന്റെ മുഖത്തേക്കും ഇങ്ങനെ തട്ടുമ്പോൾ നല്ല പ്രകാശപൂരിതമായിട്ടാണ് ഭഗവാന്റെ മുഖം എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള അലങ്കാരമാണ് ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള വസുദേവർ ഭഗവാനെ എടുത്തുകൊണ്ടു പോകുന്ന ആ ഒരു രംഗം. അപ്പോൾ ആ രംഗം കണ്ടപ്പോൾ ഈ കഥ പറയാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേര് പലതവണ കേട്ടിട്ടുള്ള കഥയാണെങ്കിൽ കൂടെ ഞാനത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഥ ഇഷ്ടമായിച്ചാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നാമജപവും ഈ കഴിഞ്ഞ ദിവസത്തെ എല്ലാം കൂട്ടിയിട്ട് നാളെ വന്ന് പറയാം കേട്ടോ. എല്ലാവരും നാമജപം മുടങ്ങാതെ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.